ഏയ് ഭർത്താവിനെ കണ്ടേ ഉടൻ ചാടി എഴുന്നേൽക്കുന്ന ഒരു കൺവെൻഷണൽ ഭാര്യ എനിക്ക് ഇഷ്ടമല്ല. ഒരു ജേർണലിസ്റ്റായ അഞ്ജിത എങ്ങനെ ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അഞ്ജിതയുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും ആദ്യ രാത്രിയെ പറ്റി, അല്ലേ? എനിക്കത്ര സ്വപ്നങ്ങളൊന്നുമില്ല. ഞാനിപ്പോ വന്നത് അഞ്ജിതയോടൊരു പെർമിഷൻ ചോദിക്കാനാണ്. പെർമിഷനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇന്നു മുതല് നീ എന്റെ ഭാര്യയാണല്ലോ, അതുകൊണ്ട് എല്ലാ കാര്യവും അഞ്ജിത മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. I've got lot of friends, you know. ഇന്നലെ വരെ ഒരു ദിവസം കൊണ്ട് എനിക്കൊരു മറക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് മനസ്സിലാവും. സുഹൃത്തുക്കളൊക്കെ തമാശ പറയാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ലേറ്റ് ആവും. Is it okay? ഞാൻ അല്പം വൈകും. ഇങ്ങനെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയ പെൺകുട്ടിയായിരിക്കണം എന്റെ ഭാര്യ. ഓക്കെ? ഓ, ഒന്നുകൂടി പറയാൻ മറന്നു. എന്റെ ഭാര്യ കഥ കിടക്കണ്ട. എത്ര വൈകിയാലും ഞാൻ തിരിച്ചെത്തും. എന്റെ കാർ വേണോ തോമസേ? എന്റെ വണ്ടി ക്ലബിലിരിക്കല്ലേ, ഞാൻ പോകുമ്പോ എടുത്തോളാം. ഇത് കൊടുക്കാൻ മറക്കണ്ട, എന്റെ സ്പോൺസർഷിപ്പ് ആണെന്ന് പറയാം. താങ്ക്സ് a lot. മറന്നുപോയ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളാ. ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത പോലും. Wish you a fantastic flight. Thanks. Okay, good night. Thanks a lot. Good night. എന്താ ഇത് ഹരി? ഇന്നെങ്കിലും ഇതൊന്ന് ഒഴിവാക്കാമായിരുന്നില്ലേ? പരിചയിച്ച ശീലങ്ങളല്ലേ അമ്മായി, പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റുമോ? ചെല്ല് ചെല്ല്, മുകളിൽ കാത്തിരിക്കുന്നുണ്ട്. ആ സോറി മാഡം, ഞാൻ അല്പം വൈകിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, സുഹൃത്തുക്കളാണ് എന്റെ അസറ്റ്. ഇന്ന് അവരുടെ ട്രീറ്റ് ആയിരുന്നു. ഹൗ ക്യാൻ ഐ ഡിനൈ ഇറ്റ്? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. തീജ്വാല പോലുള്ള സൗന്ദര്യം എന്നൊക്കെ കഥകളിൽ വായിച്ചിട്ടുണ്ട് പണ്ട്. ഇപ്പോ ഞാനത് നേരിട്ട് കാണുക. ഈ സാരിയൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആണ് കുട്ടി. റിമൂവ് ഇറ്റ്. നൗ ഐ ആം യുവർ ഹസ്ബൻഡ്. ഇന്നലെ വരെ അഞ്ജിത എന്തായിരുന്നു എന്ന് എനിക്കറിയണ്ട. ഈ സൗന്ദര്യത്തിന് മുമ്പിൽ മുട്ടുകുത്തിയ ഒരുപാട് പേരുണ്ടാവും അഞ്ജിതയുടെ ജീവിതത്തിൽ. ഐ ഡോണ്ട് കെയർ ഓൾ ദോസ് ബുൾഷിറ്റ്. ഇപ്പൊ നീ എന്റെതാ. ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കേണ്ട എന്റെ ഭാര്യ. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? അനുസരിക്കാൻ പറഞ്ഞോളൂ. യെസ്, ഐ ഗോട്ട് ദ റൈറ്റ് പേഴ്സൺ. ഇത്തരം ഒരു ഭാര്യയായിരുന്നു എന്റെ സ്വപ്നത്തിൽ. Remove all these stupid things and wear this. Come on, wear this. Yes.
അഞ്ജിതയെ കണ്ടപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി അഞ്ജിതയാണെന്ന് തോന്നി. മനുഷ്യ, നിങ്ങൾ ഉറങ്ങിയോ? ഓ, ഒടുക്കത്തെ ഒരു ഉറക്കം. ഒരു ഉപകാരം ഒന്നും പറഞ്ഞിട്ടില്ല. ഭഗവാനെ, എന്നെ രക്ഷിക്കണേ. ഇത് കൊള്ളാം. ഒറ്റയ്ക്കല്ലേ പോയത്? ഇത്ര നേരം എവിടെയായിരുന്നു? ഹരിയിടയ്ക്ക് ഫോൺ ചെയ്തിരുന്നു. സോറി മമ്മി, അത് ഞാൻ പത്രോഫീസിലൊന്ന് പോയതാ. അതൊക്കെ പഴയ കാര്യം. അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഇപ്പൊ ചോദിക്കാനും പറയാനും ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെന്നുള്ള ബോധം വേണം. മതി, ഇത്രയധികം പറയാൻ ഇവിടെ എന്താ ഉണ്ടായത്? അവള് പോയിട്ട് ദിവസങ്ങളൊന്നും ആയില്ലല്ലോ. ഇവിടെ ഇപ്പോ നിനക്ക് ചെയ്യാനുള്ള ജോലിയല്ലേ ഉള്ളൂ സുമതി. നിങ്ങളെ പോലെ ഊരു ചുറ്റി നടക്കുന്ന ഏർപ്പാടെന്ന് സ്ത്രീകൾക്ക് നല്ലതല്ല. ഹരി വന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? ഓ, എന്റെ പൊന്നു സുമതി, അതിന് മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. മോള് മുറിയിലേക്ക് ചെല്ല്. ശംഭോ മഹാദേവ. ഇന്നത്തെ പാർട്ടിയിൽ അഞ്ജിതയാവും മെയിൻ അട്രാക്ഷൻ. അത് മനസ്സിലാക്കി വേണം മൂവ് ചെയ്യാൻ. VIP-കൾ പലരും ഉണ്ടാവും. നമ്മുടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആയിരിക്കും ഇന്നത്തെ അവിടുത്തെ ചീഫ് ഗസ്റ്റ്. നിനക്ക് നേരിട്ട് പരിചയമുണ്ടോ? എനിക്ക് ആളെ അറിയാം, പക്ഷേ കൂടുതലായി പരിചയപ്പെട്ടിട്ടില്ല. എന്താ നിനക്കൊരു മൂഡ് ഓഫ്? കൊള്ളാം, വെറും ഗസ്റ്റായി ഞാൻ നേരത്തെ തന്നെ എത്തി. ആദ്യ പേരൊക്കെ വന്നിറങ്ങുന്നതേ ഉള്ളൂ. സോറി സർ, വഴിയിൽ ചെറിയൊരു ട്രാഫിക് ജാം. പിന്നെ ഇത് മിസ്സസ് അഞ്ജിത ഹരികുമാർ, മൈ വൈഫ്. ഹലോ, ഐ ആം ആർ കെ നരേന്ദ്രൻ, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. പിന്നെ നിങ്ങളുടെ മാരേജിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, സോറി. ഹായ് ഹരി, ഞാൻ അകത്ത് വെച്ച് തിരക്കിലായിരുന്നു. അല്ല, സാറെന്താ ഒറ്റയ്ക്ക്? വൈഫിനെ കൂടെ കൂട്ടായിരുന്നില്ലേ? ഞങ്ങൾ ഹരിയെ പോലെ ന്യൂലി മാരീഡ് കപ്പിൾസ് ഒന്നും അല്ലല്ലോ, വയസ്സായില്ലേ? സാറിന് വയസ്സായെന്ന് ആരാ പറഞ്ഞത്? ചെറുപ്പക്കാരെക്കാളും നേരത്തെ സാറിനുണ്ടെന്ന് എനിക്കറിയില്ലേ. അല്ല, നമുക്ക് അകത്തേക്കിരിക്കാം. ഷുവർ. വരൂ ഹരി. എന്താ പ്രിയതമയ്ക്കൊരു മൂഡ് ഓഫ്? ഇന്നലത്തെ പാർട്ടി കഴിഞ്ഞൊന്ന് ഞാൻ ശ്രദ്ധിച്ചതാ. ഒരു പാർട്ടി? ഇങ്ങനെ ആഭാസം നിറഞ്ഞൊരു പാർട്ടിക്ക് എന്നെ കൊണ്ടുപോകാൻ ഹരിക്ക് എങ്ങനെ കഴിഞ്ഞു? ആഭാസം നിറഞ്ഞ പാർട്ടിയോ? അങ്ങനെ തോന്നുമെങ്കിൽ അത് നമ്മുടെ രണ്ടുപേരുടെയും കൾച്ചറിന് ഡിഫറൻസ് ഉണ്ടാ. വൃത്തികെട്ട ആ ഭാരതി മേനോനെ എങ്ങനെ ഹരിക്ക് പരിചയം? അതാ എനിക്കറിയണ്ടേ. അവരൊരു പാവ സ്ത്രീയല്ലേ കുട്ടി. അതിരിക്കട്ടെ, ഭാരതി മേനോനെ അഞ്ജിതയ്ക്ക് എങ്ങനെ പരിചയം? ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് അവരെ അറിയാം. എന്റെ പൊളിറ്റിക്കൽ ഫ്രണ്ട്സിലൂടെ എനിക്ക് അവരെ അറിയാം. അഞ്ജിത എന്തിനാ ആ കാര്യത്തിൽ ഇത്രയ്ക്ക് ടെൻഷൻ ആവുന്നത്? പത്രത്തിലൂടെ ഏറ്റവും കൂടുതൽ ഞാൻ അറ്റാക്ക് ചെയ്ത സ്ത്രീയാണ് അവർ. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണിൽ മുഖ്യ ശത്രു ഞാനാണ്. ഓ, ടേക്ക് ഇറ്റ് ഈസി. അഞ്ജിത കാര്യങ്ങൾ നേരാമണ്ണം മനസ്സിലാക്കാം. അതിന് കുറച്ചുകൂടി സമയം ഹരി എനിക്ക് തരണം.